സുഹൃത്തുക്കളെ, ജനാധിപത്യ മതേതര വിശ്വാസികളെ, നിങ്ങൾക്കേവർക്കും 1000 അവർണ വിപ്ലവ അഭിവാദനങ്ങൾ. പ്രിയമുള്ള സുഹൃത്തുക്കളെ, അൻവാർ ഷേരി ഫോർമർ സ്റ്റുഡൻസ് അസോസിയേഷൻ അഫ്സയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ കുറേ ദിവസമായി നടന്നു വരുന്ന ഒരു ഓൺലൈൻ ക്യാമ്പയിനാണ് മഹാനായ അബ്ദുൽ നാസർ മഅദനിയുടെ 2ാം നാടുകടത്തലിൻ്റെ 1 ദശാബ്ദം എന്ന പ്രമേയത്തെ ആസ്പദമാക്കി സോഷ്യൽ മീഡിയയിൽ കേരളത്തിലെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, മതരംഗത്തെ, മാധ്യമരംഗത്തെ അടക്കം നിരവധി ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഒരു ലൈവ് പ്രതിഷേധ പ്രോഗ്രാം സംഘടിപ്പിച്ചു വരികയാണ്. ഇന്ന് വിനീതനെ ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് സംഘാടകർ നിർദ്ദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുമായി അല്പസമയം പങ്കുവെക്കാൻ വേണ്ടി എത്തിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് ഇന്നേ ദിവസം തന്നെ 8 മണിക്ക് ശേഷം അറിയപ്പെടുന്ന മാധ്യമപ്രവർത്തകൻ സഹോദരൻ ഖാദർ കരിപ്പൊടി ലൈവിൽ വരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അബ്ദുൽ നാസർ മഅദനിയുടെ 2ാം നാടുകടത്തൽ സ്വാഭാവികമായും കേരളീയ പൊതുസമൂഹത്തിനിടയിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ മനുഷ്യാവകാശ പ്രശ്നമായി, ഭരണകൂട ഭീകരതയുടെ കിരാതമായ നടപടികളെ സംബന്ധിച്ച വലിയ തോതിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വേളയിലാണ് നാം ഉള്ളത്. കഴിഞ്ഞ ആഗസ്റ്റ് 17-ന് അഭിനന്ദനായ അബ്ദുൽ നാസർ മഅദനി 2ാമത് അറസ്റ്റ് ചെയ്യപ്പെട്ട് നാടുകടത്തപ്പെട്ടതിന് ശേഷം 10 വർഷം പൂർത്തിയായിരുന്നു. ഇന്ന് അബ്ദുൽ നാസർ മഅദനി വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന്, ഭരണകൂട ഭീകരത എവിടെയൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നുവോ ഭരണകൂടങ്ങളുടെയും ജുഡീഷ്യറിയുടെയും അതുപോലെ തന്നെ എക്സിക്യൂട്ടീവിൻ്റെയും ഒക്കെ ദുഷ്ചെയ്തികളെ അല്ലെങ്കിൽ നിയമവിരുദ്ധതയെ സംബന്ധിച്ച്, മനുഷ്യാവകാശ ലംഘനങ്ങളെ സംബന്ധിച്ച് എവിടെയൊക്കെ ചർച്ച ചെയ്യുന്നുവോ അവിടെയൊക്കെയും ഉയർന്നു കേൾക്കുന്ന നാമധേയങ്ങളിൽ 1ാമത്തെ പേരുകാരനായി അബ്ദുൽ നാസർ മഅദനി മാറിയിരിക്കുന്നു. നമുക്കറിയാം, നമ്മളുടെ രാജ്യം സ്വാതന്ത്ര്യം നേടി സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചതിന് ശേഷം ഒരു പക്ഷേ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, ഒരു മതപണ്ഡിതൻ, അതിലുപരി ശത്രു വിഭാഗം സമ്മാനിച്ച വികലാംഗത്വവുമായി കഴിയുന്ന ഒരു മനുഷ്യൻ നമ്മളുടെ സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായ മതേതരത്വ രാഷ്ട്രം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ത്യ മഹാരാജ്യത്ത് ഇത്രയധികം പീഡിപ്പിക്കപ്പെടുന്ന ഒരു സംഭവം ഇതിനു മുമ്പ് ഈ നിമിഷം വരെയും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു അനുഭവം നമ്മളുടെ ഒന്നും മുന്നിൽ ഇല്ല. ഒരു പക്ഷേ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ ബ്രിട്ടീഷ് രാജിനെതിരെ, വൈദേശിക ആധിപത്യത്തിനെതിരെ, വെള്ളക്കാർക്കെതിരെ ശക്തവും ധീരവുമായി നിലപാട് സ്വീകരിച്ചിരുന്ന മുൻഗാമികളായ മഹാരഥന്മാർ, അവർക്കൊക്കെയും നേരിടേണ്ടി വന്നിട്ടുള്ള തീക്ഷ്ണമായ പോരാട്ടങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ തീക്ഷ്ണമായ പരീക്ഷണങ്ങളെ സംബന്ധിച്ച്
നാം ചരിത്ര പുസ്തകങ്ങളിൽ വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളവരാണ്. ഇപ്പോൾ ചരിത്രത്തെ തന്നെ മായ്ച്ചു കളയുവാനുള്ള ഒരു ശ്രമമാണ് ഭരണകൂടം അതിൻ്റെ രാജ്യത്തിൻ്റെ എല്ലാ അധികാരങ്ങളും ഉപയോഗിച്ചുകൊണ്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. സംഘപരിവാർ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഭരണം കൈയടക്കിയതിന് ശേഷം രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനത്തെ തന്നെ കുഴിച്ചു മൂടുവാനുള്ള ഒരു ശ്രമത്തിലാണ് അവർ ഏർപ്പെട്ടിരിക്കുന്നത്. നാം ഇത് പലതവണ ചർച്ച ചെയ്തതാണ്. അബ്ദുൽ നാസർ മഅ്ദനി ആയിരക്കണക്കിന് വേദികളിൽ 10,000-കണക്കിന് ജനാധിപത്യ മതേതര വിശ്വാസികളോട് അദ്ദേഹം നിരന്തരം സംവദിച്ചു കൊണ്ടിരുന്നതും ഇതുതന്നെയായിരുന്നു. ഒരു ഫാസിസ്റ്റ് ഭരണകൂടം രാജ്യത്ത് അധികാരത്തിലെത്തിയാൽ, സവർണ ഫാസിസ്റ്റുകൾ നമ്മുടെ രാജ്യത്തിൻ്റെ അധികാരത്തിലെത്തിയാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് ഒരു കൃത്യമായ അടയാളപ്പെടുത്തലുകൾ അബ്ദുൽ നാസർ മഅ്ദനി മുമ്പ് നടത്തിയിരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുമ്പാണ് രാജ്യത്തെ ജനാധിപത്യ മതേതരത്വ വിശ്വാസികളെ മുഴുവൻ പ്രയാസത്തിലാക്കിക്കൊണ്ട് ബാബരി മസ്ജിദിൻ്റെ വിധി ഉണ്ടാകുന്നത്. ബാബരി മസ്ജിദ് വിധി എങ്ങനെയായിരിക്കുമെന്നതിനെ സംബന്ധിച്ച് നാം ഏവർക്കും ഒരു ധാരണയുണ്ടായിരുന്നു. എങ്കിൽ കൂടി രാജ്യത്തെ പൗരന്മാരുടെ അവസാന ആശ്രയമായി നാം കണ്ടുപോരുന്ന രാജ്യത്തിൻ്റെ പരമോന്നതമായ നീതിപീഠങ്ങൾ അതിൻ്റെ മാഹാത്മ്യവും മഹോന്നതിയും ഉയർത്തിപ്പിടിക്കേണ്ടുന്ന വേളകളിലൊക്കെയും വളരെ നിരാശ തരുന്ന സമീപനങ്ങളാണ്, നിരാശ തരുന്ന വിധികളാണ് പ്രസ്താവിച്ചിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പുണ്ടായ വലിയൊരു വിവാദമുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നീണ്ടുനിന്ന ഒരു വിവാദത്തിന് വിരാമം കുറിക്കുകയുണ്ടായി. ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് അദ്ദേഹത്തിൻ്റെ ചില സമീപനങ്ങളെ, ചില നടപടികളെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോർട്ടിലെ സീനിയർ അഭിഭാഷകനായ, ഇന്ത്യയിലെ അറിയപ്പെടുന്ന ആക്ടിവിസ്റ്റും മനുഷ്യാവകാശ പ്രവർത്തകനും ഒക്കെയായ രാജ്യത്തെ ഏതൊരു വ്യക്തിക്കും ജനാധിപത്യത്തെക്കുറിച്ചും മതേതരത്വത്തെക്കുറിച്ചും വലിയ ഉയർന്ന സങ്കല്പമുള്ള ഏതൊരു മനുഷ്യനും തികഞ്ഞ ആദരവും ബഹുമാനവും തോന്നുന്ന വ്യക്തിത്വങ്ങളിൽ ഒന്നായ അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷൺ, അദ്ദേഹം ഒരു വിഷയത്തെ ചോദ്യം ചെയ്തു. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് മാസ്ക് ധരിക്കാതെ, ഹെൽമെറ്റ് ധരിക്കാതെ BJPയുടെ, ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു MLAയുടെ മകൻ്റെ കോടിക്കണക്കിന് വില വരുന്ന ഒരു ബൈക്ക് ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു വിവാദത്തിൽ ഒരു ട്വീറ്റ് നടത്തുകയും ആ ട്വീറ്റിനെ തുടർന്ന് വലിയ വിവാദങ്ങളും കോലാഹലങ്ങളും ഉണ്ടായി, വാദപ്രതിവാദങ്ങളുണ്ടായി. സുപ്രീം കോടതി മാപ്പ് പറയാനൊക്കെ പറഞ്ഞെങ്കിലും പ്രശാന്ത് ഭൂഷൺ തൻ്റെ നിലപാടിൽ ധീരമായി ഉറച്ചു നിൽക്കുകയായിരുന്നു. ₹1 പിഴയിട്ടുകൊണ്ട് കോടതി അത് അവസാനിപ്പിച്ചു. നാം ഒന്ന് പരിശോധിച്ച് നോക്കുക, നമ്മുടെ രാജ്യത്തിൻ്റെ കോടതികൾ ഏത് നിലയ്ക്കാണ് വിധി പ്രസ്താവത്തിലേക്ക് കടക്കുന്നത്. കോടതികൾ എന്ന സങ്കല്പത്തെ, അതിൻ്റെ എല്ലാവിധമായ പവിത്രതയെയും ഇല്ലാതാക്കുന്ന സമീപനങ്ങളാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി, പ്രത്യേകിച്ച് സംഘപരിവാർ പൂർവാധികം ശക്തിയോടുകൂടി രാജ്യത്തിൻ്റെ പ്രഥമ പൗരൻ സ്ഥാനം മുതൽ, രാഷ്ട്രപതി സ്ഥാനം മുതൽ, ഇന്ത്യൻ പാർലമെൻറ്റും ഇന്ത്യയുടെ രാജ്യസഭയും അടക്കം കൈയടക്കാൻ ശ്രമിച്ച വേളകൾ മുതൽ ഇങ്ങോട്ട് പരിശോധിച്ചാൽ എല്ലാ മേഖലകളിലും ഭരണകൂടത്തിന് ഓശാന പാടുന്ന, അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ എല്ലാ ചെയ്തികളെയും ശരിവെക്കുന്ന തരത്തിലേക്ക്, അതിന് പിന്തുണ നൽകുന്ന തരത്തിലേക്കുള്ള സമീപനമാണ് നമ്മൾക്ക് സമീപകാലങ്ങളിൽ കോടതികളിൽ നിന്ന് പോലും കാണാൻ കഴിയുന്നത്. ബാബരി മസ്ജിദ് വിഷയത്തിൽ വിധി പറഞ്ഞ ഒരു ജസ്റ്റിസിന് തൊട്ടടുത്ത ദിവസം BJPയുടെ രാജ്യസഭാ മെമ്പറായി അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ടു. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ രാജ്യത്തിൻ്റെ പരമോന്നതമായ നീതി നിർവഹണ സംവിധാനത്തിൻ്റെ അധികാര കസേരകളിൽ ഇരിക്കുന്ന ഇത്തരം ആളുകൾ
അതിൻ്റെ എല്ലാവിധമായ പവിത്രതയും മാന്യതയും കാത്തു സൂക്ഷിക്കുവാൻ ശ്രമിക്കേണ്ടതാണ്. മാത്രമല്ല, ഇന്ത്യയുടെ നാവികസേന അല്ലെങ്കിൽ ഇന്ത്യയുടെ സൈന്യാധിപന്മാർ റിട്ടയർ ചെയ്തതിന് ശേഷം അവർ ചേക്കേറുന്നത് സംഘപരിവാർ കേന്ദ്രങ്ങളിലാണ്. കേരളത്തിൽ ഉന്നതമായ സ്ഥാനങ്ങൾ അലങ്കരിച്ചിരുന്ന ഉദ്യോഗസ്ഥർ, പോലീസിലാകട്ടെ മറ്റ് ഇതര മേഖലകളിലാകട്ടെ, അത്രയും ഉന്നതമായ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന ആളുകൾ റിട്ടയർ ചെയ്യുമ്പോൾ നേരെ ചെല്ലുന്നത് സംഘപരിവാർ കേന്ദ്രത്തിലേക്കാണ്. ഇങ്ങനെ ഒരു സുപ്രഭാതത്തിൽ സംഘപരിവാർ കേന്ദ്രത്തിലേക്ക് പോകുവാനുള്ള ഒരു മനോഗതി അല്ല ഇവരിലുണ്ടായിട്ടുള്ളത്. കാലങ്ങളായി RSS രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ആസൂത്രിതമായ പദ്ധതികൾ, ആ ആസൂത്രിതമായ പദ്ധതികളുടെ ഭാഗമായി രാജ്യത്തിൻ്റെ സമസ്ത മേഖലകളിലും സംഘപരിവാറിൻ്റെ ഫാസിസ്റ്റ് അജണ്ട നടപ്പിലാക്കുകയും ആ ഫാസിസ്റ്റ് വൽക്കരണത്തിൻ്റെ ഭാഗമായി ഇത്തരം ആളുകളെയൊക്കെയും തങ്ങളോടൊപ്പം രഹസ്യമായി തങ്ങളുടെ അനുയായികളായി നിലനിർത്തുകയും തങ്ങളുടെ ആശയപ്രചാരകരായി നിലനിർത്തുകയും ചെയ്യുക. അതിനുശേഷം അവരുടെ കാലാവധി പൂർത്തിയായി, സർവീസ് കാലാവധി പൂർത്തിയായതിനു ശേഷം ഇവരൊക്കെയും നേരെ ചേക്കേറുന്നത് ഇത്തരം തീവ്ര ഹിന്ദുത്വ സംഘടനകളിലേക്കാണ്. അപ്പോൾ ഇവർ സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുന്ന വേളകളിൽ ഇവരുടെ ഭാഗത്തു നിന്ന് നീതി ഉണ്ടാകും എന്ന് നാം പ്രതീക്ഷിക്കുന്നത് എങ്ങനെയാണ്? ആ പ്രതീക്ഷകളൊക്കെ അസ്ഥാനത്താക്കിക്കൊണ്ടാണ് പുതിയ പുതിയ നിലപാടുകൾ, രാഷ്ട്രീയ സാഹചര്യങ്ങൾ, വർത്തമാനകാല രാഷ്ട്രീയം സഞ്ചരിക്കുന്നത്. ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് രാജ്യത്തെ മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച്, നീതി നിഷേധങ്ങളെ സംബന്ധിച്ച് ജനാധിപത്യ വിരുദ്ധമായ, മതേതരത്വ വിരുദ്ധമായ സാഹചര്യങ്ങൾ രൂപപ്പെടുമ്പോൾ അവിടെ അബ്ദുൽ നാസർ മഅ്ദനിയുടെ പേര് ഉയർന്നു കേൾക്കുന്നത്. അബ്ദുൽ നാസർ മഅ്ദനി രാജ്യത്തെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ, അടിസ്ഥാനവർഗ ജനവിഭാഗങ്ങളെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് അവരുടെ ഭരണഘടനാപരമായ അവർക്ക് ലഭ്യമാകേണ്ട അവകാശങ്ങളെ സംബന്ധിച്ച്, അധികാരങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യമായി വർത്തമാനം പറയുന്ന ആളായിരുന്നു, സംസാരിച്ചു. അബ്ദുൽ നാസർ മഅ്ദനി അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തന കാലയളവിൽ ഉയർത്തിക്കൊണ്ടുവന്ന ഇത്തരം നീതി നിഷേധങ്ങൾക്കെതിരായ നിലപാടുകൾ, ഭരണകൂടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കിരാതമായ സമീപനത്തിനെതിരെയുള്ള ഒരു വലിയ ജനരോഷമായി അത് രൂപപ്പെടുകയായിരുന്നു. അബ്ദുൽ നാസർ മഅ്ദനി ഉയർത്തിക്കൊണ്ടുവന്ന മർദ്ദിതപക്ഷ പോരാട്ടത്തെ, അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവൻ്റെ, അരികു ചേർത്ത് നിർത്തപ്പെട്ടവൻ്റെ, അവകാശം നിഷേധിക്കപ്പെട്ടവൻ്റെ സാമൂഹികമായി, സാമ്പത്തികമായും, വിദ്യാഭ്യാസപരമായും, സാംസ്കാരികപരമായും എല്ലാ മേഖലകളിൽ നിന്നും തന്ത്രപൂർവം, ബോധപൂർവമായി ഭരണകൂടങ്ങളും മേൽജാതി വരേണ്യവർഗ വിഭാഗങ്ങളും ആസൂത്രിതമായി നടപ്പിലാക്കിക്കൊണ്ടിരുന്ന അവഗണനകൾക്കെതിരെ ഇത്തരം ജനതയെ ഒത്തൊരുമിപ്പിച്ചു കൊണ്ടുവരികയും അവരെ സംബന്ധിച്ച് അവരുടെ അവകാശങ്ങളിന്മേൽ അവരെ ബോധവാന്മാരാക്കുകയും ചെയ്യുക എന്ന പ്രവൃത്തിയിലേക്കാണ് അബ്ദുൽ നാസർ മഅ്ദനി ഏർപ്പെട്ടത്. അല്ലാതെ അബ്ദുൽ നാസർ മഅ്ദനി ആഹ്വാനം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ എവിടെയെങ്കിലും കലാപങ്ങൾ നടത്തപ്പെട്ടിട്ടില്ല. അബ്ദുൽ നാസർ മഅ്ദനിയുടെ നിർദ്ദേശപ്രകാരം എവിടെയെങ്കിലും ബോംബ് സ്ഫോടനങ്ങൾ നടന്നതായി തെളിയിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. അബ്ദുൽ നാസർ മഅ്ദനി ഏതെങ്കിലും ഒരു പ്രദേശത്ത് എവിടെയെങ്കിലും ഒരു കലാപം സൃഷ്ടിക്കുവാനുള്ള ശ്രമം നടത്തിയിട്ടില്ല. എന്നാൽ അബ്ദുൽ നാസർ മഅ്ദനിയുടെ മേൽ അന്യായമായി അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ആവർത്തിച്ചുന്നയിക്കുക വഴി സംഘപരിവാറും സംഘപരിവാറിൻ്റെ അജണ്ടകൾ നടപ്പിലാക്കുന്ന രാജ്യത്തിൻ്റെ കോടതികളിലാകട്ടെ, പോലീസ് സേനയിലാകട്ടെ, മറ്റ് മാധ്യമരംഗത്താകട്ടെ, സമസ്ത മേഖലകളിലും സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ബോധപൂർവമായി അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സംഘപരിവാർ അവരുടെ അജണ്ട വിജയിപ്പിച്ചെടുക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുകയായിരുന്നു. 1998 മാർച്ച് മാസം 31 അബ്ദുൽ നാസർ മഅ്ദനി അറസ്റ്റ് ചെയ്യപ്പെട്ടു. നമുക്കറിയാം, 10 വർഷക്കാലം 2007 ആഗസ്റ്റ് മാസം 1 വരെ 10 വർഷക്കാലം രാജ്യത്ത്, ആ 10 വർഷക്കാലം അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം തെളിയിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് കോയമ്പത്തൂർ
ഈ ബോംബ് ബ്ലാസ്റ്റ് കേസ് കൈകാര്യം ചെയ്തിരുന്ന സ്പെഷ്യൽ കോർട്ട് മുതൽ സുപ്രീം കോടതി വരെ നിരന്തരം നിരവധി തവണ അദ്ദേഹത്തിന് പോകേണ്ടി വന്നു. അബ്ദുൽ നാസർ മഅ്ദനിയെ ശാരീരികമായി ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ച് പരാജയപ്പെട്ട സംഘപരിവാർ ശക്തികൾ പിന്നീട് അബ്ദുൽ നാസർ മഅ്ദനിയെ സാമ്പത്തികമായി ഇല്ലായ്മ ചെയ്യുവാനുള്ള ശ്രമമാണ് നടത്തിയത്. എന്നാൽ ജഗന്നിയന്താവായ നാഥൻ്റെ അനുഗ്രഹത്താൽ രാജ്യത്തെ ദേശസ്നേഹികളുടെ, മതേതരത്വ വിശ്വാസികളുടെ, ജനാധിപത്യ വിശ്വാസികളുടെ പൂർണ്ണമായ പിന്തുണയിലും സഹകരണത്തിലും അദ്ദേഹം 10 വർഷക്കാലം നിരന്തരമായ നിയമപോരാട്ടത്തിനൊടുവിൽ കോടതികൾ അദ്ദേഹത്തെ നിരപരാധി എന്ന് കണ്ടെത്തി വിട്ടയക്കുകയായിരുന്നു. സംശയത്തിൻ്റെ ആനുകൂല്യത്തിലല്ല, മറിച്ച് അദ്ദേഹം തികച്ചും നിരപരാധിയാണ് കോയമ്പത്തൂർ ബോംബ് സ്ഫോടന കേസിൽ എന്ന് കോടതിക്ക് ബോധ്യമാകുകയും കോടതി വിട്ടയക്കുകയും ചെയ്തു. വിട്ടയക്കപ്പെട്ട വിധിക്കെതിരെ തമിഴ്നാട്ടിലെ സംഘപരിവാറിൻ്റെ ചില നേതാക്കൾ മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ച് അപ്പീൽ നൽകുകയുണ്ടായി. സർക്കാർ അപ്പീലിന് പോയില്ല. കാരണം സർക്കാരിനറിയാം അപ്പീലിന് പോയാൽ വീണ്ടും പരാജയപ്പെടുമെന്നുള്ളത്. അവിടെ സംഘപരിവാർ അനുകൂലികൾ നടത്തിയ അപ്പീലിന്മേൽ തമിഴ്നാട് ഹൈക്കോടതി രൂക്ഷമായ വിമർശനം നടത്തുകയും അബ്ദുൽ നാസർ മഅ്ദനിയെ വിട്ടയച്ച നടപടി ശരിവെക്കുകയും ചെയ്തുകൊണ്ടാണ് തമിഴ്നാട് ഹൈക്കോടതി വിധി പ്രസ്താവിച്ചത്. ആ വിധി അംഗീകരിക്കുകയായിരുന്നു. പിന്നീട് അദ്ദേഹം 3 വർഷക്കാലം കേരളത്തിൻ്റെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക പ്രവർത്തന രംഗത്ത് സജീവമായ കർമ്മനിരതനായി വീണ്ടും പൂർവാധികം ശക്തിയോടുകൂടി അദ്ദേഹം പ്രവർത്തിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന കാലയളവിൽ അദ്ദേഹം ഉയർത്തിയ സാമൂഹിക നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ, രാജ്യത്തെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ അധികാരാവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ വീണ്ടും കേരള രാഷ്ട്രീയ സാമൂഹിക മണ്ഡലത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്ന് തിരിച്ചറിഞ്ഞ കുബുദ്ധികൾ വീണ്ടും ആസൂത്രിതമായി അബ്ദുൽ നാസർ മഅ്ദനിയെ അറസ്റ്റ് ചെയ്ത് കർണാടകയിലേക്ക് നാടുകടത്തുന്ന സ്ഥിതിവിശേഷമുണ്ടായി. അബ്ദുൽ നാസർ മഅ്ദനി കർണാടകയിലേക്ക് അറസ്റ്റ് ചെയ്യപ്പെട്ട് കൊണ്ടുപോകുന്നതിന് തൊട്ട് മുമ്പ് നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി, എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാൽ ഞാൻ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷ എനിക്കില്ല. എന്നെ തിരിച്ചു വിടാൻ വേണ്ടിയല്ല ഈ അറസ്റ്റും ഇതിനു വേണ്ടിയുള്ള ഗൂഢാലോചനയും നടക്കുന്നത്. കോയമ്പത്തൂർ കേസിൽ അബ്ദുൽ നാസർ മഅ്ദനിയെ അറസ്റ്റ് ചെയ്തതിന് ശേഷമാണ് കൃത്രിമ തെളിവുകൾ, കൃത്രിമ സാക്ഷികളെ സംഘടിപ്പിക്കുവാൻ പ്രോസിക്യൂഷനും മറ്റ് പോലീസ് സംവിധാനവും ശ്രമിച്ചതെങ്കിൽ ബംഗളൂരു ബോംബ് സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് മുന്നേ അണിയറയിൽ കൃത്രിമ സാക്ഷികളെയും കൃത്രിമ തെളിവുകളും ഒക്കെ ശേഖരിച്ച് വെച്ചുകൊണ്ടാണ് അബ്ദുൽ നാസർ മഅ്ദനി അതിലേക്ക് പ്രതി ചേർക്കപ്പെട്ടത്. അങ്ങനെ പ്രതി ചേർക്കപ്പെട്ട അബ്ദുൽ നാസർ മഅ്ദനി 2010 ആഗസ്റ്റ് മാസം 17-ാം തീയതി അറസ്റ്റ് ചെയ്യപ്പെട്ട അബ്ദുൽ നാസർ മഅ്ദനി 2020 ആഗസ്റ്റ് 17 ആയപ്പോൾ 10 വർഷം വീണ്ടും പിന്നിടുകയാണ്. നാം ഒന്ന് ആലോചിച്ച് നോക്കുക, ഇവിടെ ആരെയെങ്കിലും കൊല ചെയ്താൽ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ പശ്ചാത്തലത്തിൽ, ഇന്ത്യൻ ജുഡീഷ്യറിയുടെ അല്ലെങ്കിൽ IPCയുടെയും അല്ലെങ്കിൽ അതനുസരിച്ചുള്ള നടപടികളുടെയും നിയമപരമായ നടപടികളുടെ ഭാഗമായി ഒരാളെ കൊലപ്പെടുത്തിയാൽ പോലും ലഭ്യമാകുന്ന ജീവപര്യന്തം 12 വർഷമോ 15 വർഷമോ ആണ്. എന്നാൽ ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരിൽ അബ്ദുൽ നാസർ മഅ്ദനിയെപ്പോലെ കേരളത്തിലെ അറിയപ്പെടുന്ന രാഷ്ട്രീയ, സാമൂഹിക, മതരംഗത്തെ ഏറ്റവും പ്രമുഖനായ ഒരു നേതാവ്, ഒരു വ്യക്തി അറസ്റ്റ് ചെയ്യപ്പെട്ട് രണ്ടാമത് അദ്ദേഹം നാട് കടത്തപ്പെട്ടിട്ട് 10 വർഷം പിന്നിടുമ്പോഴും 2014 അറസ്റ്റ് ചെയ്ത് 4 വർഷം പിന്നിട്ട് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ച് വ്യവസ്ഥകളോടെ ജാമ്യം അനുവദിക്കുമ്പോൾ പറഞ്ഞ, അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ കർണാടക പ്രോസിക്യൂഷൻ നൽകിയ ഒരു ഉറപ്പും പാലിക്കപ്പെടാത്തൊരവസ്ഥയിൽ ഇപ്പോൾ വീണ്ടും 6 വർഷം കൂടി പിന്നിടുകയാണ്. അങ്ങനെ 10 വർഷം പിന്നിടുന്നു അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ജയിൽവാസം. ഇപ്പോൾ ജയിലിന് സമാനമായ ഒരു അവസ്ഥയിൽ അദ്ദേഹം വാടകയ്ക്കൊരു കെട്ടിടത്തിൽ, ഒരു ഫ്ലാറ്റിൽ താമസിക്കുമ്പോഴും തികഞ്ഞ മതവിശ്വാസിയായ ആ മനുഷ്യന് തൻ്റെ വാടക കെട്ടിടത്തിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ജുമാ മസ്ജിദിൽ പ്രാർത്ഥനയ്ക്ക് ഒരു മനുഷ്യൻ്റെ, ഒരു വിശ്വാസിയുടെ, ഒരു പൗരൻ്റെ മതപരമായ ചടങ്ങുകൾ നിർവഹിക്കുവാനുള്ള സ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെട്ട് അദ്ദേഹം വളരെ വേദനയും പ്രയാസത്തിലും അവിടെ കഴിയുമ്പോൾ ബാങ്കിന് ശേഷം തുടരും.